അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ തന്നെയാണ്. ചൈനയുടെ എതിർപ്പിന് ഇവിടെ ഇന്ത്യയുടെ കിടിലൻ മറുപടി. 27 സ്ഥലങ്ങളുടെ പേരിൽ വീണ്ടും ഇന്ത്യ ചൈന പോര് മുറുകുകയാണ്. അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്കും ഭൂപ്രകൃതികൾക്കും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പേരുകൾ നൽകിയതിനെതിരെ ചൈന രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ത്യ ആകട്ടെ ശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യവും വേർപെടാനാകാത്തതുമായ ഒരു ഭാഗമാണ്. ഈ യാഥാർത്ഥ്യത്തെ മറക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റാൻ ഒന്നിനും കഴിയില്ല. ഇതായിരുന്നു ചൈനയുടെ എതിർപ്പിന് മറുപടിയായി തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അരുണാചലിലെ 27 സ്ഥലങ്ങളെ ഇന്ത്യയുടെ ഔദ്യോഗിക മാപ്പിൽ അവയുടെ സ്റ്റാൻഡേർഡ് പേരുകളിൽ രേഖപ്പെടുത്തിയ നടപടിയെയാണ് ഇപ്പോൾ ചൈന എതിർത്ത് രംഗത്ത് വന്നത്. ഇന്ത്യയുടെ നീക്കം നിയമവിരുദ്ധവും അസാധുവുമാണെന്നതായിരുന്നു ചൈനയുടെ പ്രതികരണം. എന്നാൽ പേരുകൾ മാറ്റുന്നത് കൊണ്ട് ഭൂമിയുടെ ആ ഒരു യാഥാർത്ഥ്യം മാറുന്നില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് ചൈന തുടർച്ചയായി തന്നെ ഏകപക്ഷീയമായ പേരുകൾ നൽകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. ഔദ്യോഗിക മാപ്പിൽ സ്ഥലങ്ങൾ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നത് അവയുടെ കൃത്യമായ തിരിച്ചറിയലിനും പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമാണ് എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ 27 സ്ഥലങ്ങളിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനോട് ചേർന്ന ആ ഒരു ലോങ് ജു അതിൽ ഉൾപ്പെടുന്നുണ്ട്. 1959 ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിന്റെ ആദ്യകാല പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രദേശം. അരുണാചൽ പ്രദേശിനെ ചൈന സാങ്നാൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല 2017 മുതൽ ഇന്ത്യൻ പ്രദേശത്തിലെ വിവിധ സ്ഥലങ്ങൾക്ക് ചൈന സ്വന്തം പേരുകൾ നൽകി വരികയാണ്. എന്നാൽ പേരുകൾ മാറ്റിയാൽ അതിർത്തി മാറില്ല. മാപ്പിലെ പേര് മാറ്റിയാൽ പരമാധികാരം മാറില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. പേര് മാറ്റിയ ചൈനയ്ക്ക് ഇന്ത്യയുടെ മറുപടി ഇതോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. അതായത് മാപ്പിൽ ഇന്ത്യയുടെ മുദ്ര ഇവിടെ വ്യക്തമായി തന്നെ പതിപ്പിച്ചിരിക്കുന്നുണ്ട്. അതിർത്തി വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര വാക്പോര് വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് പുതിയ സംഭവ വികാസം ഉയരുന്നത്. അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ സ്ഥലങ്ങളുടെ പേരിടലും ഒരു തന്ത്രപരമായ ആയുധമാക്കി മാറുകയാണ്. അരുണാചൽ പ്രദേശിലെ വിവിധ പ്രദേശങ്ങൾക്ക് ചൈന സ്വന്തം പേരുകൾ നൽകുന്നത് വർഷങ്ങളായി തന്നെ തുടരുന്ന ഒരു നടപടിയായിരുന്നു. ഈ നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പേരുകൾ മാറ്റാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാട് ഇവിടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഭാഗം കൂടിയാണ് അരുണാചൽ പ്രദേശ്. ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് നൽകുന്നത് കൊണ്ട് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യമോ ഇന്ത്യയുടെ പരമാധികാരമോ മാറുന്നില്ല. ഇന്ത്യയും ഇതിന് മറുപടിയായി തന്നെ അരുണാചലിലെ വിവിധ സ്ഥലങ്ങൾക്ക് ഔദ്യോഗിക പേരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു പേരിടൽ നടപടി മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു രീതി അല്ല എന്നതാണ് വിലയിരുത്തൽ. മാപ്പ്, ഔദ്യോഗിക രേഖകൾ, ഭരണ സംവിധാനം, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയുടെ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ അവകാശവാദമാകട്ടെ കൂടുതൽ ശക്തമായി തന്നെ രേഖപ്പെടുത്തുക എന്നതും ഇതിന് പിന്നിലുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനവും സൈനിക സാന്നിധ്യവും ശക്തമാകുന്നതിനോടൊപ്പം തന്നെ അരുണാചൽ ഇന്ത്യയുടേത് എന്ന രാഷ്ട്രീയവും ഇവിടെ നയതന്ത്രപരമായ ആ ഒരു സന്ദേശമാകട്ടെ അത് തുടർച്ചയായി തന്നെ ആവർത്തിക്കുന്നുണ്ട്. ചൈനയുടെ പേരിടൽ നയത്തിന് ഇന്ത്യ പേരുകൾ കൊണ്ട് തന്നെ മറുപടി നൽകുമ്പോൾ ഇതൊരു ഭൂമിശാസ്ത്ര തർക്കം മാത്രമാവുന്നില്ല, അവകാശവാദങ്ങളുടെ ഒരു പോരാട്ടം കൂടിയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.